എൻ്റെ അന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് AI കരിയർ റോഡ് മാപ്പും ഗോൾസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഫീൽഡിൽ ഇന്നത്തെ ഒരു ടൈമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ AI കരിയർ എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് AI കരിയർ എന്ന് പറയുന്നത്. ഇപ്പം ഈ Q1 2025 തന്നെ ഓൾമോസ്റ്റ് 35,000 മേലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് AI കരിയർ റോൾസിൽ വന്നിട്ടുള്ളത്. ഇതിൽ AI കരിയർ റോൾസിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കുറച്ച് ടെക്നിക്കൽ റോൾസ് ആണ്. ഒന്ന് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, അത് കഴിഞ്ഞിട്ട് AI എഞ്ചിനീയർ, ഡാറ്റ സയന്റിസ്റ്റ്, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ, NLP എഞ്ചിനീയർ. അതേപോലെ ബിസിനസ് സൈഡിൽ വരുന്നതാണ് AI പ്രൊഡക്റ്റ് മാനേജർ, AI കൺസൾട്ടൻസ്. ഒരു AI ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു AI ഫീൽഡിന്റെ ഇതിൽ വരുമ്പോഴും ഒരു കരിയറിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് കോർ ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ട്. അതിൽ വരുന്ന കോർ ടെക്നിക്കൽ സ്കിൽസ് ആണ് ഒന്ന് എന്ന് പറയുന്നത്. ഫസ്റ്റിൽ വരുന്ന തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പൊ അധികത്തിലും AI യൂസ് ചെയ്യുന്നത് പൈത്തൺ വെച്ചിട്ടാണ്. പൈത്തൺ കൂടാണ്ട് തന്നെ ജാവ, C++ എന്നീ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്സ് ആണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രെയിംവർക്സ് ലൈക്ക് ഗൂഗിളുടെ ഒക്കെ ടെൻസർഫ്ലോ, പൈറ്റോർച്ച്, സൈക്കിറ്റ് പോലെയുള്ള ഫ്രെയിംവർക്സ് ആണ്. പിന്നെ AI ലേണിങ്ങിന് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് മാത്സിൻ്റെ അത് ലീനിയർ ആൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, കാൽക്കുലസ് അങ്ങനെ പോലെയുള്ള മാത്സിലെ കുറച്ച് ഇത് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ക്ലൗഡിൻ്റെ യൂസ് ആണ്. അതിലത് AWS, ഗൂഗിൾ ക്ലൗഡ്, അസൂർ പോലെയുള്ള സർവീസസ് യൂസ് ചെയ്യണം. പിന്നെ ഇതിലിപ്പോൾ എമേജിംഗ് ആയിട്ട് വരുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോംപ്റ്റ് എങ്ങനെ എത്ര എഫക്റ്റീവായിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടാമെന്ന് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്ന കുറച്ച് റോൾസ് ആണ്. പിന്നെ വരുന്നത് AI എത്തിക്സ് ആൻഡ് ഗവർണൻസ് ആണ്. പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ, അതായത് പവർ BI പോലുള്ള ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഡാറ്റേനെ വിഷ്വലൈസ് ചെയ്യുന്ന കുറച്ച് ഫീൽഡാണ്. അതൊക്കെ എമേജിംഗ് സ്കിൽസിൻ്റെ അകത്ത് വരുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു കരിയറിലൊരു റോഡ് മാപ്പ് ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് വേണ്ട കുറച്ച് ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ചില കമ്പനീസ് അത് പ്രിഫർ ചെയ്യും, ചില കമ്പനീസ് പ്രിഫർ ചെയ്യില്ല. മെയിനായിട്ട് ഒരു ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ സയൻസോ ഡാറ്റ സയൻസോ എഞ്ചിനീയറിംഗോ ഉള്ളത് ഒരു ബെറ്റർ ആയിരിക്കും. അത് കൂടാണ്ട് ഒരു മാസ്റ്റേഴ്സ് ഇൻ PhD അതേപോലെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. പിന്നെ സർട്ടിഫിക്കേഷൻസ് ഉള്ളത് കുറച്ച് ഉപകാരമാണ്. അതായത് AWSന്റെ സർട്ടിഫൈഡ് AI പ്രാക്ടീഷണർ, അതേപോലെ IBMന്റെ അപ്ലൈഡ് AI പ്രൊഫഷണൽ, ഗൂഗിളിന്റെ അഡ്വാൻസ് ഡാറ്റ അനലിസ്റ്റ്, മൈക്രോസോഫ്റ്റിന്റെ അസൂർ AI എഞ്ചിനീയർ, അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ടൈമിൽ തന്നെ മെയിനായിട്ട് ഒരുവിധം എല്ലാ മെയിൻ കമ്പനീസിലും AI എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പ് കമ്പനീസ് പോലെയല്ല ആപ്പിള്, ആമസോൺ, ടിക്ടോക്ക്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, മെറ്റ, എൻവിഡിയ അങ്ങനെയുള്ള എല്ലാ കമ്പനീസിലും AI എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ ഹയർ ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടപ്സിൽ ഹയർ ചെയ്യുന്നുണ്ട്, കൺസൾട്ടിങ് പോലെയുള്ള സെക്ടേഴ്സിൽ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ AI ലേണിങ്ങിന് വേണ്ടിയുള്ള ഒരു റോഡ് മാപ്പാണ്. അതായത് ഫസ്റ്റ് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. അതായത് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ ഒരു മാസ്റ്ററി ഉണ്ടായിരിക്കണം, മാത്സിൽ ഒരു ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം, പിന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതം അറിയേണ്ടത് ഒരു മസ്റ്റാണ്. പിന്നെ കോർ സ്കിൽസ് ആണ്. കോർ സ്കിൽസിൽ വരുന്ന പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം, ഡീപ് ലേണിംഗ് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം, മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്സിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ റിയൽ ഡാറ്റ സെറ്റ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് അതിൽ ടോപ്പായിരിക്കാൻ പറ്റും. പിന്നെ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് നല്ല എന്താ പറയുക, ഒരു 3 to 4 months ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക, നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതേപോലെ മെഷീൻ ലേണിംഗ് ടൂൾസും ഇതിനെയൊക്കെ വെച്ചിട്ട് ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കുക. പിന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. താങ്ക് യു.